പഴഞ്ചൊല്ലുകളും അവയുടെ വ്യാഖ്യാനവും. അകപ്പെട്ടാൽ പന്നി ചുരക്ക തിന്നും. വ്യാഖ്യാനം: നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽപ്പെട്ടാൽ ഇഷ്ടമില്ലാത്തതും സ്വാഗതം ചെയ്യേണ്ടി വരും. അക്കരെ ചെല്ലണം തോണിയും മുങ്ങണം. വ്യാഖ്യാനം: കാര്യം നിറവേറി കഴിയുമ്പോൾ അതിന് സഹായിച്ചവൻ നശിക്കണമെന്ന് ആഗ്രഹിക്കൽ. അക്കരെ നിന്നാൽ ഇക്കരെ പച്ച, ഇക്കരെ നിന്നാൽ അക്കരെ പച്ച. വ്യാഖ്യാനം: അകലത്തുള്ളതിന് കൂടുതൽ ആകർഷകത്വം തോന്നും. ഇക്കരെ നിന്ന് അക്കരയ്ക്ക് പോയാൽ പിന്നെ ഇക്കരെയുള്ളത് കൂടുതൽ ആകർഷകമായി തോന്നും. അങ്ങാടിപ്പയ്യ് ആലയിൽ നിൽക്കില്ല. വ്യാഖ്യാനം: അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവർക്ക് കൂടുതൽ സൗകര്യമുള്ളിടത്താലും സ്ഥിരമായി നിൽക്കാൻ ഇഷ്ടമില്ല. കള്ളൻ കപ്പലിൽ തന്നെ. വ്യാഖ്യാനം: കൂടെ നിൽക്കുന്നവൻ കള്ളനാവുക. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. വ്യാഖ്യാനം: നിർബന്ധിച്ചെങ്കിലേ കാര്യം നേടാനാവൂ. അവകാശങ്ങൾ ചോദിച്ചു വാങ്ങണം. കാടിയായാലും മൂടിക്കുടിക്കണം. വ്യാഖ്യാനം: സ്വന്തമില്ലായ്മ അന്യരെ അറിയിക്കരുത്. വേലി ചാടുന്ന പയ്യന് കോലുകൊണ്ട് മരണം. വ്യാഖ്യാനം: അതിക്രമം കാണിക്കുന്നവർക്ക് ആപത്ത് നിശ്ചയം. സദ്യ മറന്നാലും പട്ടിണി മറക്കില്ല. വ്യാഖ്യാനം: വിശപ്പാണ് ഏറ്റവും വലിയ ദുഃഖം. കക്കാൻ പഠിച്ചാൽ നിൽക്കാനും പഠിക്കണം. വ്യാഖ്യാനം: ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിന്റെ പരിണത ഫലം അറിഞ്ഞിരിക്കണം. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും അരയ്ക്കും. വ്യാഖ്യാനം: മുൻ അനുഭവം ഏത് പ്രവൃത്തിക്കും ഒരു മുൻകരുതലാണ്. കയ്യിൽ നിന്നും വീണാൽ എടുക്കാം, വായിൽ നിന്നും വീണാൽ എടുത്തൂടാ. വ്യാഖ്യാനം: സൂക്ഷിച്ചു സംസാരിക്കുക. വായറിയാതെ പറഞ്ഞാൽ ചെവി അറിയാതെ കൊള്ളും. വ്യാഖ്യാനം: വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അരച്ചു തരുവാൻ പലരും ഉണ്ടാകും, കുടിക്കാൻ താനേ ഉണ്ടാകൂ. വ്യാഖ്യാനം: ആവേശം കൊള്ളിക്കാൻ പലരും ഉണ്ടാകും, അനുഭവിക്കാൻ ഒറ്റയ്ക്കേ കാണൂ. ശകുനം നന്നായാൽ പുലരുവോളം കക്കരുത്. വ്യാഖ്യാനം: അവസരം ഉണ്ടെന്ന് കരുതി അതിബുദ്ധി കാട്ടരുത്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്. വ്യാഖ്യാനം: മറ്റുള്ളവരോടുള്ള ദേഷ്യം സ്വന്തക്കാരോട് തീർക്കുക. അച്ഛൻ ആനപ്പുറത്ത് കയറിയാൽ മകന് തഴമ്പുണ്ടാകുമോ? വ്യാഖ്യാനം: സ്വയം യോഗ്യത നേടാതെ മറ്റുള്ളവരുടെ മഹത്വം പറയുന്നതിൽ അർത്ഥമില്ല. അണ്ടിയുടെ അടുത്താലേ മാങ്ങയുടെ പുളി അറിയൂ. വ്യാഖ്യാനം: അടുത്തറിഞ്ഞാലേ ചിലരുടെ തനി നിറം മനസ്സിലാകൂ. യാഥാർത്ഥ്യത്തോട് അടുക്കുമ്പോഴേ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാകൂ. അധികമായാൽ അമൃതം വിഷം. വ്യാഖ്യാനം: നല്ല സാധനമായാലും കൂടിയാൽ ചീത്തയാകും. അരമന രഹസ്യം അങ്ങാടിപ്പാട്ട്. വ്യാഖ്യാനം: രഹസ്യം പരസ്യമാകുന്നത് മറച്ചു വെച്ചത് പരസ്യമാകുന്നു. ആകെ മുങ്ങിയാൽ കുളിരില്ല. വ്യാഖ്യാനം: നാണം കെട്ടവന് പിന്നെന്ത് നാണക്കേട്. ആർക്കാനും വേണ്ടി ഓക്കാനിക്കുക. വ്യാഖ്യാനം: മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായി മാത്രം എന്തെങ്കിലും ചെയ്യുക. ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണം. വ്യാഖ്യാനം: എന്തിനു വേണ്ടി ചെലവഴിച്ചാലും അതിന് കണക്കുണ്ടായിരിക്കണം. ഇരയിട്ട് മീൻ പിടിക്കുക. വ്യാഖ്യാനം: അല്പം ചെലവ് ചെയ്ത് കൂടുതൽ നേട്ടം ഉണ്ടാക്കുക. ഇരിക്കാൻ ഇടം കിട്ടിയാൽ കിടക്കരുത്. വ്യാഖ്യാനം: സഹായിക്കുന്നവനെ കൂടുതൽ ക്ലേശിപ്പിക്കരുത്. അമ്മക്ക് അരി അളക്കരുത്. വ്യാഖ്യാനം: അമ്മയ്ക്ക് നൽകുന്നതിന് കണക്ക് പറയരുത്. അളമുട്ടിയാൽ ചേരയും കടിക്കും. വ്യാഖ്യാനം:
അക്രമം അധികമായാൽ എളിയവരും പ്രതികരിക്കും. കരയടുക്കുമ്പോൾ തുഴയിട്ട് കളയല്ലേ. വ്യാഖ്യാനം: ലക്ഷ്യത്തോട് അടുക്കാറാകുമ്പോൾ അധിക ആത്മവിശ്വാസത്താൽ നാശം സംഭവിക്കും. പുരയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതുക്കുമേലെ തോണി. വ്യാഖ്യാനം: ഏത് സാഹചര്യത്തെയും നേരിടാൻ മനസ്സുകൊണ്ട് തയ്യാറാകുക. അണ്ണാറക്കണ്ണനും തെന്നാലായത്. വ്യാഖ്യാനം: ആരെയും നിസാരക്കാരായി കാണരുത്. കണ്ടതെല്ലാം കൊണ്ടാൽ കൊണ്ടതെല്ലാം കടം. വ്യാഖ്യാനം: വരവറിഞ്ഞ് ചെലവ് ചെയ്യുക. വിനാശകാലേ വിപരീത ബുദ്ധി. വ്യാഖ്യാനം: അനിഷ്ടകാലത്ത് ബുദ്ധി വിപരീതമായി തീരുന്നു. എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം. വ്യാഖ്യാനം: അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ സമ്പത്ത് ധാരാളം ഉണ്ടാകും. ആറിയ കഞ്ഞി പഴങ്കഞ്ഞി. വ്യാഖ്യാനം: കാലപ്പഴക്കത്തിൽ ഏത് കാര്യത്തിനും ഊർജവും ഉത്സാഹവും കുറയും. മുറിവൈദ്യൻ ആളെ കൊല്ലും. വ്യാഖ്യാനം: അല്പജ്ഞാനം ആപത്താണ്. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കഷ്ണം തിന്നണം. വ്യാഖ്യാനം: സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. അകലത്തെ ബന്ധുവിനേക്കാൾ അരികത്തെ ശത്രു നല്ലത്. വ്യാഖ്യാനം: അപകടങ്ങളിൽ ആദ്യം എത്തുന്നത് സമീപവാസികളാണ്. അടുത്താൽ നക്കിക്കൊല്ലും, അകന്നാൽ ഞെക്കിക്കൊല്ലും. വ്യാഖ്യാനം: ഏതു വിധത്തിലും കൂട്ടുകൂടാൻ പറ്റാത്തവരുടെ സ്വഭാവം. അത്തായം മുടക്കാൻ നീർക്കോലി മതി. വ്യാഖ്യാനം: എത്ര നിസ്സാരന്മാർക്കും ഉപദ്രവങ്ങൾ വരുത്താൻ കഴിയും. ആടിനറിയോ അങ്ങാടി വാണിഭം. വ്യാഖ്യാനം: നിസ്സാരന്മാർക്ക് വലിയ കാര്യങ്ങളെ കുറിച്ച് ഒരറിവും ഉണ്ടാകില്ല. ആടിയ കാലും പാടിയ വായും. വ്യാഖ്യാനം: ശീലിച്ചതേ പാലിക്കൂ. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. വ്യാഖ്യാനം: ആരെയും ആശിപ്പിക്കരുത്. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ. വ്യാഖ്യാനം: ആർക്കും ഒരു ഉപകാരവും ചെയ്യാത്തവൻ. അപ്പം തിന്നാൽ പോരെ കുഴി എണ്ണണോ. വ്യാഖ്യാനം: ആവശ്യമില്ലാത്തത് അറിയുവാനുള്ള ആകാംക്ഷ പ്രകടിപ്പിക്കുക. മഞ്ഞപ്പിത്തമുള്ളവൻ കാണുന്നതെല്ലാം മഞ്ഞ. വ്യാഖ്യാനം: മുൻവിധിയോടെ കാര്യങ്ങൾ നോക്കിക്കാണുന്നവന് യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാകില്ല. അവനവന്റെ ദോഷം മറ്റുള്ളവർക്കും ഉണ്ടാകുമെന്ന് കരുതുന്നവരുണ്ട്. അനുജതിയെ കാണിച്ച് ജ്യേഷ്ഠത്തിയെ കെട്ടിക്കുക. വ്യാഖ്യാനം: ഗുണമുള്ളതും നല്ലതും കാണിച്ചുകൊണ്ട് വില കുറഞ്ഞതും മോശപ്പെട്ടതും വിറ്റൊഴിക്കുന്ന സ്വഭാവം. മിന്നുന്നതെല്ലാം പൊന്നല്ല. വ്യാഖ്യാനം: പുറമേക്ക് നല്ല തിളക്കവും ഭംഗിയും കണ്ടെന്ന് വെച്ച് അതൊക്കെ ശ്രേഷ്ഠതയുള്ളതായി കൊള്ളണമെന്നില്ല. പുറംപൂച്ച് കണ്ട് മഹത്വം അളക്കരുത്. വലതുകൈ കൊടുക്കുന്നത് ഇടതുകൈ അറിയരുത്. വ്യാഖ്യാനം: നമ്മൾ ആർക്കെങ്കിലും ദാനമോ സഹായമോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് രഹസ്യമായിരിക്കണം. 4 പേരെ കാണിക്കാനോ പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയാകരുത്.